നെക്സ്റ്റ് വീക്ക് അവർക്ക് പാരൻസ് മീറ്റിംഗ് ആണ്. അവരെ കുറ്റം പറയല്ലേ, അവരെ വിഷമിപ്പിക്കല്ലേ. അങ്ങനെ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ നമ്മുടെ മക്കളെ മരണക്കുഴിയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഓരോ പാരൻസ് മീറ്റിംഗ് കഴിയുമ്പോൾ പാരൻസ് മീറ്റിങ്ങിനെ നടന്ന് തീർന്ന് കിട്ടണേ എന്ന് ഞാനിങ്ങനെ ഭയങ്കര പേടിയാണ്. പാരൻസ് മീറ്റിങ്ങിനെ, അതായത് പാരൻസിനെ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പേടിയാണ്. ഈ വീഡിയോ വിദ്യാർത്ഥികളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ അല്ല, നിങ്ങളുടെ രക്ഷിതാക്കൾക്കുള്ള വീഡിയോ ആണ്. രക്ഷിതാക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടാണ്. ഓണം എക്സാമിൻ്റെ പേപ്പർ കിട്ടിയവരാവട്ടെ കിട്ടാത്തവരാവട്ടെ നെക്സ്റ്റ് വീക്ക് അവർക്ക് പാരൻസ് മീറ്റിംഗ് ആണ്. ഒന്നല്ലെങ്കിൽ പാരൻസ് മീറ്റിങ്ങിലായിരിക്കും അവരുടെ പേപ്പറൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. അവർക്കറിയാം അതിൽ ഓരോ വിഷയത്തിലും എത്ര മാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. അവരെ കുറ്റം പറയല്ലേ, അവരെ വിഷമിപ്പിക്കല്ലേ. അതിനു മുമ്പ് ഞാൻ 2-3 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത് ഓരോ ടീച്ചേഴ്സും പല സ്കൂളുകളിലും ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്ന കാര്യം ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോയാണ് അവരെ അറിയിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടഫാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിക്കോട്ടെ, യാതൊരുവിധ പ്രശ്നമില്ല. നമ്മുടെ കുട്ടികൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തവരാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എക്സാമിൻ്റെ ഒക്കെ തലേന്ന് 1 മണി രാത്രി 1:30 വരെ ഞങ്ങൾക്കിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സാറേ ഇതന്നല്ലേ ഇതിൻ്റെ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മളോട് പറഞ്ഞത്, സാറേ ഉറക്കൊഴിച്ച് പഠിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് എഴുതേണ്ടത്. ആ മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ഷീറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ വേണമെങ്കിൽ ഷൗട്ട് ചെയ്യാം, നന്നായിട്ട് ശകാരിക്കാം. അവർക്കൊന്നും നഷ്ടപ്പെടാനും ഒന്നും നേടാനുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒന്നും നേടാനുമില്ല. എനിക്കറിയാം, കാരണം ഞാനൊക്കെ ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ ഓരോ പാരൻസ് മീറ്റിംഗ് കഴിയുമ്പോൾ പാരൻസ് മീറ്റിങ്ങിനെ നടന്ന് തീർന്ന് കിട്ടണേ എന്ന് ഞാനിങ്ങനെ ഭയങ്കര പേടിയാണ്. പാരൻസ് മീറ്റിങ്ങിനെ, അതായത് പാരൻസിനെ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം എന്താണ് എൻ്റെ ഉമ്മ എന്നെ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. അന്നത്തെ പേടി ഇന്നത്തെ കുട്ടികൾക്ക് അത് കൂടാന്നല്ലാതെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്നറിയാം. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ അവരെ ശകാരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് പോട്ടെ, സാരില്ല, വീട്ടിലേക്ക് പോയിട്ട് നിങ്ങൾ അവർക്ക് എന്താ ചെയ്യുക, വൈകുന്നേരം ഒരു ചെറുകടികളാണോ എന്താണെങ്കിലും നിങ്ങളിങ്ങനെ കൊടുക്കുമല്ലോ വൈകുന്നേരം, അവരോട് പറയാം, ചേർത്തിരുത്തി അടുത്ത് പോയിരുന്നിട്ട് സംസാരിക്കുക, വെറുതെ സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ. എടാ ഇന്നത്തെ പാരൻസ് മീറ്റിംഗ് അടിപൊളിയായിരുന്നല്ലോ, മാർക്ക് കുറവാണല്ലേ, പോട്ടെ സാരില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ നിങ്ങളോട് തുറന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. അത് അവർക്ക് പറയാനുമുണ്ട് കാര്യങ്ങൾ. നിങ്ങളുടെ ആ ഷൗട്ട് ചെയ്യുന്ന, ആ ഒച്ചത്തിൽ സംസാരിക്കുന്ന സംസാരം മാത്രമല്ല അവർ കേൾക്കാൻ അർഹനായിട്ടുള്ളത്, നിങ്ങളും കൂടി അവരുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കണം. അത് ഒന്നാമത്തെ കാര്യം. അവർ അറിയുന്നത് 1 ആഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നു എന്നുള്ളത്. എന്നാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതിനനുസരിച്ച് പല സ്കൂളുകളിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടൈപ്പ് എന്നുള്ളത്. സമഗ്രയിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി കൊടുക്കാന്നല്ലാതെ വേറൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 ആഴ്ച കൊണ്ട് കുട്ടികളെ എങ്ങനെ ഇത്രയും പഠിച്ചെടുക്കും? നമുക്ക് പ്രയാസകരമാണ്. ടെക്സ്റ്റ് ബുക്ക് മാറിയവരാണ് ബഹുഭൂരിപക്ഷം ക്ലാസ്സുകളും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവരെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇതേപോലെ ഷൗട്ട് ചെയ്യാനാണ് നിങ്ങൾ തയ്യാറെങ്കിൽ അവർക്ക് ഓരോ എക്സാം വരുമ്പോൾ, സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് വരുമ്പോൾ എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ മാനസികമായി തളരും. നമ്മളെപ്പോലെ 10, 35, 40 വയസ്സുള്ളവരല്ല നമ്മുടെ കുട്ടികൾ. 14, 15, 16 വയസ്സും പക്വത എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല. അവർ പേടിക്കും. അവർ പേടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. നിങ്ങൾ ചേർത്ത് നിർത്തുക, സംസാരിക്കുക, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോട്ടടാ, ഇതേ നീ ഒരു 5 മാർക്കെങ്കിലും വാങ്ങിയില്ലേ, ഉമ്മക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഇത്രയും ഉണ്ടായിട്ടില്ലടാ, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഓണം എക്സാമിനൊക്കെ അമ്മക്കുണ്ടല്ലോ 0 മാർക്കായിരുന്നു അല്ലെങ്കിൽ 1 മാർക്കായിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ആശ്വസിപ്പിക്കുക. നമ്മുടെ മക്കളാണ്, വേറെ ആരുമല്ല. അവരെ നമ്മൾ ഒരു ദൗത്യവും ഏൽപ്പിച്ചിട്ടില്ല. അവർക്കൊരു പണി കൊടുത്തതല്ല നമ്മൾ. അല്ലെങ്കിൽ 1 മാസം നിനക്ക് ശമ്പളം തന്നില്ലേ, ഇത്ര മാർക്ക് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി നീ ഇവിടുന്ന് ഭക്ഷണം ഇത്ര കഴിച്ചില്ലേ, ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്ന ഭക്ഷണം മുഴുവനും നിങ്ങൾ കഴിച്ചില്ലേ, അതിനുള്ള റിട്ടേൺ ആയിട്ട് എനിക്ക് പാരൻസ് മീറ്റിങ്ങിൽ 1ാം റാങ്ക് വാങ്ങിച്ചു തരണമായിരുന്നു എന്ന് എവിടെയെങ്കിലൊക്കെ ദൗത്യം ഏറ്റെടുത്തവരാണ് നിങ്ങൾ. അങ്ങനെ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ നമ്മുടെ മക്കളെ മരണക്കുഴിയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ കൊണ്ടുപോയി തള്ളിയിടുന്നത് 1ാം റാങ്ക് വേണം 2ാം റാങ്ക് വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകുന്നത് മരണക്കുഴിയിലേക്കാണ്.
ചതിക്കുഴിയിലേക്കാണ് നിങ്ങൾ വലിച്ചെറിയുന്നത്. പകരം നമ്മുടെ മക്കൾ വലുതാവേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ഒരുപാട് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അവർ നിങ്ങൾക്കൊരു പ്രോമിസിങ് തരും. അത് ഉറപ്പായിട്ടും ഞാൻ പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ഹഗ് ചെയ്ത് നോക്കി, നിങ്ങളൊന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അമ്മ അമ്മ അങ്ങനെ ഒരു ചെറിയൊരു സ്വരത്തിൽ അടഞ്ഞ ശബ്ദവുമായി അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ആ കുട്ടികൾ നിങ്ങളോട് പറയും, അമ്മ ഐ വിൽ, അമ്മ ഞാൻ വാങ്ങിയിരിക്കും, ഞാൻ നേടും, ഞാൻ ആകും അമ്മ, ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് അടുത്ത ക്രിസ്മസ് എക്സാമിന് ഞാൻ കാണിച്ചു കൊടുക്കാം അമ്മ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങൾക്ക് തരാം എന്നുള്ളത് തന്നെയാണ്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രോമിസിങ് തരാം. നിങ്ങളുടെ മക്കളുടെ കണ്ണ് ഇപ്പം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാരൻസ് മീറ്റിങ്ങിന് പോയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്തോ അപഹാസ്യനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രോമിസിങ് തരട്ടെ, ഒരു വാക്ക് തരട്ടെ. നമ്മുടെ മക്കളെ ഏത് സബ്ജക്റ്റാണോ അവർക്ക് അറിയാത്തത്, ഏത് സബ്ജക്റ്റിലാണോ അവർ വീക്കായത്, അതിലേക്ക് നമ്മൾ എത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലോ കമൻറ്റ് ബോക്സിലെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കും. ഏത് വിഷയമാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് ആ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യേക മെൻറ്റർഷിപ്പ് നൽകി, പ്രത്യേക ക്ലബ്ബുകളൊക്കെ നൽകി നമ്മുടെ മക്കളെ ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരി വിടർത്തും. വീണ്ടും പറയാണ്, നമ്മുടെ മക്കളാണ്, അവരെ ശകാരിക്കരുത്, അവരെ ടെൻഷനാക്കരുത്, അവരെ പേടിപ്പെടുത്തരുത്. അവർക്ക് ചെയ്യാൻ പറ്റിയത് അവർക്ക് എന്താണോ ആവശ്യമുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് അത് ഉണ്ടാക്കി കൊടുക്കുക. അവർ വാങ്ങിത്തരുന്നേ, മാർക്ക് വാങ്ങിത്തരുന്നേ, അവരല്ലാതെ പിന്നെ ആരാ നമ്മളെ സന്തോഷിപ്പിക്കുക? അവരെ സന്തോഷിപ്പിക്കും. അവർക്കുമില്ലേ സ്വപ്നങ്ങൾ, അവർ നേടുക തന്നെ ചെയ്യും. ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക.